നമസ്കാരം. കമൻസിൽ വന്നിരിക്കുന്ന ഡൗട്ട്സിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരികയാണ്. ആദ്യത്തെ കമൻറ്റ് വന്നിട്ട് ബോഡിയിൽ ബേണിംഗ് സെൻസേഷൻ്റെ റീസൺ എന്താണെന്നാണ്. ബേണിംഗ് സെൻസേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ കൂടി കടന്നു പോകുന്ന ഏതൊരു സോളിനും ഹീലിംഗ് ജേണിയിൽ, അതായത് ഹീലിങ്ങിലാണെങ്കിൽ ഹീലിംഗ് വർക്ക് കൺസിസ്റ്റൻസിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് വരുമ്പോൾ ഫീൽ ആവുന്നതാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ DNA അപ്ഗ്രേഡേഷൻ നടക്കുമ്പോഴാണ്. അതായത് DNA അപ്ഗ്രേഡ് ആവുമ്പോൾ അത് നാച്ചുറലി ആ ഹീലിംഗ് പ്രോസസ്സിൻ്റെ അനുസരിച്ച് യൂണിവേഴ്സിൽ നിന്നുമുള്ള ആ ഒരു നാച്ചുറൽ അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ശരീരത്തിൽ മൊത്തത്തിൽ ബേണിംഗ് സെൻസേഷൻ തോന്നാം. അതല്ലെങ്കിൽ കൈവെള്ളയിൽ അല്ലെങ്കിൽ കാൽപാദങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്സിൽ നമ്മൾക്ക് ബേണിംഗ് സെൻസേഷൻ ഫീൽ ആകുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസിനായിട്ടുള്ള ഇന്നർ വർക്ക് പറയാമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ്, കുറച്ച് നാൾ കഴിയുമ്പോൾ മേ ബി ഒരു ഫിഫ്ത്ത് വേവ് വരുമായിരിക്കും, അല്ലെങ്കിൽ ഇനിയൊരു സിക്സ്ത് വേവ്. ഈ വേവ്സ് എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ കാറ്റഗറൈസേഷനായിട്ട് ആ ഭൂമിയിലേക്ക് വന്ന കളക്റ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ എക്സ്പാൻഷൻ്റെ അനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഓരോ ജേണിയും, ഓരോ ട്വിൻ ഫ്ലെയിം ജേണിയും ഇൻഡിവിജ്വൽ ആൻഡ് യൂണീക്ക് ജേണിയാണ്. ഓക്കെ, ആൻഡ് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഫസ്റ്റ് വേവിനൊരു ഇന്നർ വർക്ക്, സെക്കൻഡ് വേവിനൊരു ഇന്നർ വർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഫോർത്ത് വേവിനൊരു ഇന്നർ വർക്ക് അങ്ങനെ ഇല്ല. കാരണം ഇന്നർ വർക്ക് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി അത് മനസ്സിലാക്കുക. ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഇന്നർ സെൽഫിലേക്ക് കണക്റ്റ് ആവാനായിട്ടുള്ള എനർജറ്റിക് വാൾസിനെ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിപ്പം ട്വിൻ ഫ്ലെയിംസ് മാത്രമല്ല, അവേക്കണിങ്, ആ ഒരു സോൾ അവേക്കണിങ് ത്രൂ കടന്നു പോകുന്ന ഏതൊരു സോളും ഗോ ത്രൂ ആവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ലിബറേഷനിലേക്ക് അടുക്കുന്ന ഓൾഡ് സോൾസ് ഒക്കെയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ട്വിൻ ഫ്ലെയിംസിൽ എന്തുകൊണ്ടാണ് ഇന്നർ വർക്കിന് ഇത്രയും പ്രാധാന്യമെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ 3D ആൻഡ് 5Dനെ എക്സാക്ട്ലി നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണമെന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ വേവ്സിനായിട്ട് ഓരോ ഇന്നർ വർക്ക് സ്പെഷ്യലി ഇല്ല. കോമൺ ആയിട്ട് നമ്മളുടെ ഇമോഷൻസ് എന്ന് പറയുന്ന ബ്രിഡ്ജിലൂടെ നമ്മളിൽ കിടക്കുന്ന ട്രോമാസ് ആവാം, കണ്ടീഷനിങ് ആവാം, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫിയർലെസ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ സോൾ അസെൻഷൻ ജേർണിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. ഇനിയൊരു ക്വസ്റ്റ്യൻ കണ്ടത് ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിമിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്നു. എൻ്റെ ട്വിൻ ഫ്ലെയിമിനും ഈ ഒരു ജോലി ഇഷ്ടമാണ്, ആൾക്ക് ജോലി കിട്ടി, എന്നാൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ മറികടക്കാം ആൻഡ് എനിക്ക് ജോലി എങ്ങനെ കിട്ടും? ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ഒരാളാണെങ്കിൽ ദയവേത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ സോൾ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഡിവൈൻ നമ്മളെ അവിടേക്ക് എത്തിക്കത്തുള്ളൂ. അതായത് പലപ്പോഴും നമ്മളൊരു ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇതെൻ്റെ ട്രൂത്തിന് അനുയോജിക്കുന്നതാണോ, ഓൺലി ഞാനൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സോ കോൾഡ് വോട്ടെവർ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി എൻ്റെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ ഡ്രീമാണ്, മറ്റുള്ളവരുടെ ഡ്രീമാണ് എന്നൊക്കെയുള്ള കാറ്റഗറൈസേഷനിൽ വരുന്ന കാര്യമാണെങ്കിൽ ഒരിക്കലും അത് നമ്മളുടെ ട്രൂത്തിന് യോജിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾക്കൊരു കൺസിസ്റ്റൻസി ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഒരു പക്ഷേ അത് നമ്മളുടെ ട്രൂത്ത് ആണെങ്കിൽ പോലും അവിടേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ഇൻറ്റേർണലി, അതായത് 3D ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ജോബ് സെർച്ച് ചെയ്തു, ജോബ് കിട്ടി, അങ്ങനെയല്ല. സ്പിരിച്വലി അവേക്കനിങ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേണിയിലൊക്കെ വരുന്നവർ, അവരുടെ പർപ്പസ് ആദ്യം അവരുടെ ഇന്നർ ക്ലെൻസിങ് ആണ്, അവരുടെ എനർജറ്റിക് ക്ലെൻസിങ് ആണ്. സോ ഉള്ളിൽ എന്താണോ കാര്യങ്ങൾ ബ്ലോക്കായിട്ട് കിടക്കുന്നത്, അതിപ്പം ഒരു ലിമിറ്റഡ് ബിലീവ് സിസ്റ്റം ആകാം, മേ ബി എക്സാം എഴുതുമ്പോൾ ഉള്ള ഒരു പേടിയാവാം, ഒരു ഉദാഹരണം പറയുമ്പോൾ, അതല്ലെങ്കിൽ
പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പേടിയാവാം. അതെന്താണോ ആ ബിലീഫ് സിസ്റ്റം ഉള്ളിൽ കിടക്കുന്നത്, അതായത് എനർജറ്റിക്കലി ഉള്ളിൽ കിടക്കുന്നത്, ആ കാര്യമായിരിക്കും എക്സ്റ്റേണലി നമുക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. അതിപ്പം ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും. സോ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഹീലിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, സോ ദാറ്റ് എക്സ്റ്റേണൽ വേൾഡ് നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ട് വരും. അതായത് നിങ്ങളുടെ എനർജറ്റിക് അലൈൻമെൻറ്റിൻ്റെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ എക്സ്റ്റേണൽ വേൾഡിലുള്ള 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അലൈൻഡ് ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടത് ഫ്രീ വിൽ ആൻഡ് ഡെസ്റ്റിനിയിലുള്ള ഡിഫറൻസ് പറഞ്ഞു തരുമോ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ, അതായത് ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു കണ്ടൻറ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 3D യൂണിയൻ വേണ്ട എന്ന് വെച്ച് സോൾ ഹീലിംഗ് കംപ്ലീറ്റ് ചെയ്താൽ മോക്ഷം ഉണ്ടാകുമോ എന്നുള്ളതാണ്. 3D യൂണിയൻ വേണ്ട എന്ന് തോന്നുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു കമൻ്റായിരുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഫ്രീ വിൽ ആൻഡ് ഡെസ്റ്റിനിയിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളപ്പം ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ജേർണിയാണ്. അപ്പോൾ ഇവിടെ ഫ്രീ വിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്. സെയിം ലൂപ്പിൽ സെയിം പെയിനിൽ നിൽക്കാനുള്ള ഒരു ഫ്രീ വില്ല് മാത്രമാണ് ഈ ഒരു ജേർണിയിലുള്ളത്. വൺസ് നമ്മളെ ചൂസ് ചെയ്യുമ്പോൾ, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, നമ്മളുടെ ഹീലിങ്ങിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, നാച്ചുറലി നമ്മളുടെ ഡെസ്റ്റിനിയിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങളെ ക്രിയേറ്റ്, അതായത് യൂണിവേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു ഫെമിനൈൻ എനർജി ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഒരു എനർജിയുടെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മസ്കുലൈൻ എനർജിയിലും ഹീലിംഗ് ആയിട്ട് വരികയും അവരൊരു ഡിവൈൻ ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പൈൻഡ് പർപ്പസിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനിയും ഈ ഒരു ക്വസ്റ്റ്യനിൽ 3D യൂണിയൻ വേണ്ട എന്ന് വിചാരിച്ച് സോൾ ഹീലിംഗ് കംപ്ലീറ്റ് ചെയ്താൽ, അപ്പോൾ എഗെയിൻ ഇവിടെ 3D യൂണിയൻ വൺസ് നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ 3D യൂണിയൻ എന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ സറണ്ടർ ചെയ്യും. അതായത് ഒരു സ്റ്റേജ് കഴിയുമ്പം വേണമെന്നുമില്ല വേണ്ട എന്നുമില്ല, എനിക്ക് എൻ്റെ ഡിവൈൻ പർപ്പസാണ് അല്ലെങ്കിൽ ആ ഒരു പർപ്പസിലാണ് ഞാൻ ജീവിക്കേണ്ടത്, അത്രയും അലൈൻഡ് ആയിട്ട് എൻ്റെ സോൾ അലൈൻമെൻറ്റിലാണ് എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകും. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ലൈക്ക് ആ 3Dയിലുള്ള DM-നേക്കാളും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജറ്റിക് അലൈൻമെൻറ്റിലുള്ള DM, ആ ഒരു എനർജി, ആ ഒരു ഇന്നർ മസ്കുലൈൻ എനർജീനെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്രയിലൂടെ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ നമുക്ക് ഫീൽ ആവാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ് വരുന്നില്ല ആക്ച്വലി. സോ ഈ ഒരു സ്റ്റേജിൽ വരുമ്പം അറ്റ് ദ സെയിം ടൈം നമ്മൾ അൺകണ്ടീഷണൽ ലവിലുമായിരിക്കും ടുവേർഡ്സ് ദ 3D കൗണ്ടർ പാർട്ട്. അതായത് 3D കൗണ്ടർ പാർട്ടിനോട് ഒരു അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും. അവിടെ വരുമ്പം എനിക്ക് എഗെയിൻ എൻ്റെ ഡെസ്റ്റിനിയിൽ വോട്ടെവർ ആ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് 3D യൂണിയൻ ഉണ്ടെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക്, അതായത് അവിടെ യൂണിയൻ എന്ന് പറയുന്നത് ഒരു ബാരിയറായിട്ട് നമുക്ക് നിൽക്കുന്നില്ല, വേണമെന്നോ വേണ്ടയെന്നോ ഒന്നും. അത് ടോട്ടലി സറണ്ടർ ചെയ്യാൻ പറ്റും. അവിടെ സറണ്ടർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെയോ അവിടെ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള എന്തോ ഒരു ചെറിയ കാര്യമെങ്കിലും നമ്മളവിടെ പിടിച്ചു വെക്കുന്നുണ്ട് തോട്ട് പാറ്റേണിൽ. അതിനെയും റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് സ്റ്റാർ സീഡിനും ലൈറ്റ് വർക്കേഴ്സിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് മേ ബി ഒരു വീഡിയോ ആക്കിയിടേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. എങ്കിലും മിനിമം രീതിയിൽ ഒരു ഔട്ട് ഫ്രെയിം മാത്രമായിട്ട് ഞാനിവിടെ ആൻസർ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. സ്റ്റാർ സീഡ് എന്ന് പറയുന്നത്, സ്റ്റാർ സീഡ് ആ വാക്കിൽ ഉള്ളതുപോലെ തന്നെ വേറെ ഒരു ഡയമെൻഷനിൽ നിന്നും ഭൂമിയിലേക്ക് ജന്മമെടുത്ത് വരുന്ന സോൾസാണ്. അതായത് അവർ എർത്തിലേക്ക് ബിലോങ് ചെയ്യുന്നില്ല, ഭൂമിയിലേക്ക് ബിലോങ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓൾഡ് സോൾസ് ആയി കഴിയുമ്പം അതർ ഡയമെൻഷൻസിൽ നിന്നുമുള്ള ഓൾഡ് സോൾസ് ആയി കഴിയുമ്പോൾ അവർക്കൊരു ഹയർ മിഷനുമായിട്ട് എർത്തിലേക്ക് ഇൻകാർണേഷൻ ചെയ്യപ്പെടുകയാണ് ഇൻ ദ ഫോം ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അതായത് മനുഷ്യ ശരീരത്തിലേക്ക് ഈ ഒരു സ്റ്റാർ സീഡ്സ് എന്ന് പറയുന്നത് അതർ ഡയമെൻഷൻസിൽ നിന്നുമുള്ള സോൾസ് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുകയാണ്. കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ സ്റ്റാർ സീഡ്സിൻ്റെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പർപ്പസ് എന്ന് പറയുന്നത്
എർത്തിൻ്റെ കോൺഷ്യസ്നെസ് കളക്റ്റീവ്ലി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർ സീഡ്സിൽ പിന്നെയും സബ് കാറ്റഗറീസ് ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇവർ ഡീപ്പ് തിങ്കേഴ്സ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും കാണാൻ പറ്റും, അവർ അതായത് ഭൂമിയിൽ ആൾക്കാരുടെ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അവിടുത്തെ എനർജീസ് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ ബിലോങ് ചെയ്യുന്നില്ല, ഞാൻ ഇനിയും വേറെ എവിടെ നിന്നോ ആണ് വന്നത് എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും അവരുടെ ഉള്ളിൽ കാണും. ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും, ഹൈലി എംപത്തറ്റിക് ആയിരിക്കും, ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്നവരായിരിക്കും. അതായത് ഈവൻ ബിഫോർ ദ അവേക്കനിങ്ങിന് മുമ്പ് പോലും ഇവർക്ക് ഈ ഒരു ഹ്യൂമാനിറ്റിയിൽ, അതായത് ആ അത്രയും ഒരു ലോവർ എനർജീസിനെ എടുക്കാനൊന്നും പറ്റാതെ അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിരുന്നവരായിരിക്കാം. അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പം അവരുടെ ആ ഒരു ഹീലിംഗ് ലൈറ്റിലൂടെ കളക്റ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പം ഇവർ ടെക്നോളജിയിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള വിസ്ഡം ഉള്ളവർ ആയത് കൊണ്ട് തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വന്നവരായിരിക്കാം. അല്ലെങ്കിൽ അതർ ഡയമെൻഷൻസിൽ നിന്നുമുള്ള വിസ്ഡം എർത്തിലുള്ള ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് കൊടുത്തുകൊണ്ട്, അതായത് അവരിലേക്ക് ഗൈഡ് ചെയ്യപ്പെടേണ്ട സോളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലെ ലൈറ്റിനെ മറ്റുള്ളവരിലേക്ക് വളരെ വലിയ തോതിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരുന്നവരായിരിക്കാം. ഇവർക്കൊരു ബിഗർ പർപ്പസ് ആയിരിക്കും. ട്വിൻ ഫ്ലെയിംസിൽ സ്റ്റാർ സീഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ എല്ലാ ട്വിൻ ഫ്ലെയിംസും സ്റ്റാർ സീഡ്സ് അല്ല. അടുത്തായിട്ട് ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ എല്ലായ്പ്പോഴും ഹ്യൂമാനിറ്റീനെ ഇവോൾവ് ചെയ്യാനായിട്ട്, ആ ഒരു ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നവരായിരിക്കും. അതായത് വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും, ഓൾഡ് സോൾസ് ആയിരിക്കും ഈവൻ സ്റ്റാർ സീഡ്സും ലൈറ്റ് വർക്കേഴ്സും. പക്ഷേ ലൈറ്റ് വർക്കേഴ്സിൽ എന്താണ്, അവരുടെ ഉള്ളിലുള്ള ഗിഫ്റ്റ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അതിപ്പം ചെറിയൊരു സോൾ പർപ്പസ് ആവാം, വലിയ ഹൈ ആയിട്ടുള്ള ഒരു ടാസ്ക് ആവാം. അതെന്താണെങ്കിലും അവരുടെ ആ ഒരു സോളിൻ്റെ കോൺഷ്യസ്നെസ് അനുസരിച്ച് ആ ഒരു ലൈറ്റിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സോൾസ് ആയിരിക്കും. ലിബറേഷന് വേണ്ടി മുമ്പോട്ട് പോകുന്ന സോൾസ് ആയിരിക്കും. ഇവർ പലപ്പോഴും എവിടുന്ന് വന്നു എന്നുള്ളതിനേക്കാളും ആ ഒരു ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യുക, അതായത് മാക്സിമം ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു എർത്ത് സീഡ്സ് ആയിരിക്കും. അതായത് അവരുടെ സോൾ എന്ന് പറയുന്നത് ഭൂമിയിൽ ബിലോങ് ചെയ്യുന്ന സോൾസ് ആയിരിക്കും. അതായത് വേറെ ഡയമെൻഷൻസിൽ നിന്നും വന്ന സോൾസ് ആവില്ല. അപ്പോൾ ആ ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ വിസ്ഡത്തിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കളക്റ്റീവ്ലി അവരുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സ്റ്റാർ സീഡ്സും ലൈറ്റ് വർക്കേഴ്സും ചെയ്യുന്ന ടാസ്ക് ഒന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ അനുസരിച്ച് ഹയർ ആയിട്ടുള്ള ടാസ്ക്, കുറച്ചുകൂടെ ഒന്ന് ഗ്രൗണ്ട് ലെവലിലുള്ള ടാസ്ക്, അത്രമാത്രമാണ് ഇവിടെ ഒരു ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ്. ഈ ഒരു കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ മൺഡേ മുതൽ രേഖയുടെ മാസ്റ്റർ ക്ലാസ് സ്റ്റാർട്ടാവുന്നതാണ്. അതിൽ സ്റ്റിൽ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ആവാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ക്രിസ്റ്റൽ ഹീലിംഗ് ക്ലാസ്സസ് ഫെബ്രുവരിയിൽ സ്റ്റാർട്ടാവുന്നുണ്ട്. ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനും ഹീലിംഗ് സെഷൻസിനും റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.